त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देव देव त्वमेव. അമ്മ ഭഗവാന്റെ മഹോത്സവം ഗംഭീരമാക്കാനായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസത്തിൽ കല്യാണ മഹോത്സവം നടന്നാലും ഇന്ന് വന്ന് നിങ്ങൾക്ക് 10 മടങ്ങായിട്ട് അമ്മ ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നാട്ടിൽ അത്ര പെരുമഴ ഇരുന്നിട്ടും ഇവിടെ വന്ന് അമ്മ ഭഗവാന്റെ മഹോത്സവത്തിൽ അമ്മ ഭഗവാനെ സന്തോഷിപ്പിക്കാനും അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും വന്നതിന് അമ്മ ഭഗവാനും ഒരുപാട് സന്തോഷം. അതുകൊണ്ട് അമ്മ ഭഗവാനെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 10 മടങ്ങായിട്ട് വരും. ഇന്ന് ശരിക്കും ഈ മഹോത്സവം എല്ലാവരും ഒരു മഹത്വമാക്കാനായിട്ട് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങൾക്ക് 10 മടങ്ങായിട്ട് അമ്മ ഭഗവാൻ നിങ്ങളുടെ ജീവിതം മഹത്വമാക്കി തരും, അത് ഉറപ്പാണ്. നമ്മളെല്ലാവരും വന്നിരിക്കുന്ന ഈ പരിപാടി ഇതൊരു മഹോത്സവമാണ്. പൊതുവെ എല്ലാ സ്ഥലത്തും മുരുകൻ വള്ളി തിരുക്കല്യാണം, മീനാക്ഷി സുന്ദരേശ്വരൻ തിരുക്കല്യാണം, ശ്രീനിവാസ തിരുക്കല്യാണം, അങ്ങനെ ഒരുപാട് തിരുക്കല്യാണം, സീതാരാമ തിരുക്കല്യാണം, ഇങ്ങനെ അമ്പലത്തിൽ അമ്മ ഭഗവാൻ തിരുക്കല്യാണം പൊതുവെ എല്ലാ കൊല്ലവും നടത്താറുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുക്കല്യാണം എന്ന് പറയുന്നത് ലോക കല്യാണമാണ്. അതായത് നമ്മൾ ദൈവത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടോ അത് നമുക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. ഇപ്പോ ഈ കല്യാണം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹ മഴയായിട്ട് പല രീതിയിലും അമ്മ ഭഗവാൻ ഇഹത്തിലും പരത്തിലും വരമായിട്ട് പല കാര്യങ്ങളും സാധിച്ചു തരാൻ പോകുന്നു. അത് സമ്പത്താകാം, ആരോഗ്യമാകാം, ഐശ്വര്യമാകാം, വിജയമാകാം, പേരും പ്രശസ്തിയുമാകാം, മുക്തിയാകാം, ഭക്തിയാകാം, നന്ദിയാകാം, സന്തോഷമാകാം, എല്ലാം അമ്മ ഭഗവാൻ നമുക്ക് തരാൻ പോകുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. പാണ്ഡവരെല്ലാവരും അജ്ഞാതവാസത്തിലിരുന്ന സമയത്ത് അവർക്ക് ഒരു അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ദുർവാസ മുനിയും അവരുടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പാണ്ഡവരെടുത്ത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം, അപ്പോഴത്തേക്ക് ആഹാരം റെഡിയാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആഹാരം ഉണ്ടാക്കി തരാനായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദുർവാസ മുനിക്ക് ഭയങ്കര ദേഷ്യം വരും. അന്നത്തെ ദിവസത്തെ കോട്ട അക്ഷയപാത്രത്തിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് ശാപം കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് എല്ലാവരും കൃഷ്ണ പരമാത്മ എടുത്ത് ഓടി. അവിടെ കൃഷ്ണൻ പറഞ്ഞു, അക്ഷയപാത്രം എടുത്തുകൊണ്ട് പോവാണ് പറഞ്ഞു. അതിന് ശരിക്കും ജസ്റ്റ് വെറുതെ 1 മണി ചോറ് മാത്രം ഉണ്ടായിരുന്നു. ഇത് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് എന്ത് ചെയ്ത് അത് ചവച്ച് കഴിച്ചു. അപ്പോഴത്തേക്ക് കുളിച്ചുകൊണ്ടിരുന്നവരെല്ലാവരുടെ വയറും ഫുള്ളായി. ഇനി അങ്ങോട്ട് പോവേണ്ടെന്ന് അവരങ്ങനെ പോയി. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശ്വരന്റെ വയറ് നിറയുമ്പോൾ ലോകത്തിലുള്ളവരുടെ വയറ് നിറയും. അതുപോലെ ഇന്ന് അമ്മ ഭഗവാൻ നമ്മളെല്ലാവരും സന്തോഷപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു. ഇന്ന് അവർ എത്ര സന്തോഷിക്കുന്നുണ്ടോ അത് നമ്മളുടെ ജീവിതത്തിൽ നിറഞ്ഞ് അമ്മ ഭഗവാൻ തൃപ്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് പരമായിട്ട് നമുക്ക് സാധിച്ചു തരാൻ പോകുന്നു. ആ ഒരു മഹോത്സവത്തിലാണ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നു. എല്ലാ പ്രോഗ്രാമിലും അമ്മ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരും, നമ്മൾ വരം മേടിച്ചിട്ട് പോകും. ഈ പ്രോഗ്രാമിൽ ഒരു ഉത്സവം മാത്രമാണ്. ജസ്റ്റ് വെറുതെ ആഘോഷം, സന്തോഷം, ഡാൻസ്, ആട്ടം, അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് എ ഫെസ്റ്റിവൽ. സോ അമ്മ ഭഗവാൻക്ക് എന്തൊക്കെ ഇന്ന് ഓഫർ ചെയ്യുന്നുണ്ടോ, ഇപ്പൊ എല്ലാവരും സീൽത്തട്ടമായിട്ട് വെച്ചിരിക്കുന്നു, അഭിഷേകമായിട്ട് എന്തെല്ലാം നിങ്ങളിപ്പോ അലങ്കാരമായിട്ട് ഓഫർ ചെയ്യാൻ പോകുന്നു, സമർപ്പിക്കാൻ പോകുന്നു, അത് നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യമായിട്ട്, ഐശ്വര്യമായിട്ട്, സന്തോഷമായിട്ട് 10 മടങ്ങാക്കി അമ്മ ഭഗവാൻ തരാൻ പോകുന്നു. മെയിനായിട്ട് ഈ തിരുക്കല്യാണത്തിൽ ഇപ്പൊ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാ സ്ഥലത്തും അപകടങ്ങളും പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. ഭഗവാൻ പറഞ്ഞതുപോലെ കെലാമിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ തിരുക്കല്യാണ മഹോത്സവത്തിൽ മെയിനായിട്ട് അമ്മ ഭഗവാൻ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യവും രക്ഷാകവചവും അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ മംഗളമായിട്ട് എല്ലാ കാര്യവും നടത്താനും നമുക്ക് ഐശ്വര്യവും നൽകാൻ പോകുന്ന ഒരു മഹോത്സവമാണ് ഈ തിരുക്കല്യാണ മഹോത്സവം. അത് മാത്രമല്ല
മാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മളുടെ അമ്പലത്തിൽ കുംഭാഭിഷേകം പല വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നു. അതിന്റെ പ്രാധാന്യം എന്താണ്? അതിനുവേണ്ടി ഒരുപാട് ഭക്തർ നിങ്ങളുടെ സമ്മാനം നൽകിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു പ്രത്യേകത പറയാം. ശരിക്കും ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഇനി മെച്ചപ്പെടാനായിട്ട് ഇനി എത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്യണം അതറിയാൻ വേണ്ടി ജോത്സ്യൻ എടുത്തു പോയി. ജോത്സ്യൻ അദ്ദേഹത്തിന്റെ ജാതകം നോക്കി. ജാതകം നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഇന്ന് അദ്ദേഹം മരിക്കുമായിരുന്നു. പക്ഷെ അത് വെറുതെ പറഞ്ഞ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം വിചാരിച്ചു ഇതൊക്കെ മാറി കിട്ടണമെങ്കിൽ ശരിക്കും ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്, ചില പരിഹാരം ചെയ്യാം. പക്ഷെ പരിഹാരം ചെയ്യാനുള്ള സമയം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അർജന്റായിട്ട് ഒരു വർക്കുണ്ട്, നാളെ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പുറപ്പെട്ടു പോയി, സങ്കടത്തോട് പോയി. അവസാനം ജോത്സ്യനടുത്ത് വന്നിട്ടും എനിക്ക് ഉടനടിയായിട്ട് ഒരു പരിഹാരം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടത്തോട് പോയി. അപ്പൊ ആ സമയത്ത് ശരിക്കും വന്ന് ചോദിച്ചു, മോൾ വന്ന് ചോദിച്ചു, അച്ഛനക്ക് ഒരു പരിപാടി ഇല്ലല്ലോ? ഇല്ല, പക്ഷെ പുള്ളി ഇന്ന് മരിക്കേണ്ടതാണ്, അത് പറയാനായിട്ട് എനിക്ക് ഒരു മടി, അതുകൊണ്ടാണ് നാളെ വരാനായിട്ട് പറയുന്നു. സോ അദ്ദേഹം അത് പറഞ്ഞിട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം കാണാനായിട്ട് വന്നു. ഇയാൾ അതിശയിച്ചു. ഇതുവരെ അയാൾ പറഞ്ഞത് ഒന്നും തെറ്റിയിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു മനസ്സിലായിട്ടില്ല. ഉടനെ ചോദിച്ചു, എന്താ സംഭവിച്ചു ഇവിടെ നിന്ന് നിങ്ങൾ ചെന്നതിന് ശേഷം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ചെന്നപ്പോൾ ഭയങ്കര ഇടിവിട്ട് മഴയായിരുന്നു. എവിടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഒരു മിന്നലോട് കൂടി എന്തോ ഒരു പഴയ ഒരു മണ്ഡപം പോലെ എനിക്ക് തോന്നി. ഞാൻ അകത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയാൽ ഒരു ദേവി ക്ഷേത്രമാണ്. ഭയങ്കരമായിട്ട് പൊടിയും മാറാടിയും പിടിച്ച് ഭയങ്കര വൃത്തികെട്ടതായിരുന്നു. പക്ഷേ ആ മിന്നലുടെ വെളിച്ചത്തിൽ ആ അമ്മയുടെ മുഖം നല്ല ഒരു ഭാവത്തിലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ മാത്രം ഈ പാവപ്പെട്ട സ്ഥിതിയിലല്ലാതെ ശരിക്കും നല്ല ഒരു പണക്കാരനായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം പുതുക്കി കുംഭാഭിഷേകമൊക്കെ ചെയ്ത് ഇത് വളരെ നല്ല ഒരു അമ്പലമാക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് എന്തോ എൻ്റെ മേളിൽ വീണു. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ പാമ്പായിരുന്നു. അങ്ങനെ മാറിയപ്പോൾ പെട്ടെന്ന് ഇടിയിന് ആ തൂണൊക്കെ മറന്ന് വീണു. ആ പാമ്പ് മരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. സോ അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ശരിക്കും അദ്ദേഹം കണ്ണിന്റെ മുമ്പിൽ ഒരു ദൃശ്യം കണ്ടു. ഈ അമ്പലം ഫുള്ളായിട്ട് കുംഭാഭിഷേകം ചെയ്ത് പെയിന്റൊക്കെ അടിച്ച് ശരിക്കും ആ ദേവിയെ നന്നായിട്ട് ഈ ടെമ്പിൾ ഒരു റിനോവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ. സങ്കല്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. അയാളുടെ തലയിൽ എഴുത്ത് മാറി. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അതിനുവേണ്ടി ഇപ്പൊ എല്ലാവരും അവിടെ സമ്മാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പരമ്പര, നിങ്ങളുടെ തലമുറയുടെ ജീവിതം ആലോചിച്ച് നോക്ക്. അമ്മ ഭഗവാൻ ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങളുടെ തലയിൽ എഴുത്ത് മാറ്റി വയ്ക്കും. അതാണ് ഒരു അമ്പലത്തിന്റെ കാര്യം. ആക്ച്വലി യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഈ അപകടത്തിൽ നിന്ന് മാറുന്നെങ്കിൽ അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലും സമ്മാനമോ എന്തെങ്കിലും ചെയ്ത് പുനർനിർമ്മാണം ചെയ്താൽ അദ്ദേഹത്തിന് അതിന് വെളിയിൽ വരാൻ പറ്റും. പക്ഷെ ജസ്റ്റ് സങ്കല്പിച്ചതേ ഉള്ളൂ, ഒരു മാറ്റം സംഭവിച്ചു. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ കൊടുത്തപ്പോൾ നമ്മുടെ ലൈഫ് അമ്മ ഭഗവാൻ നമുക്ക് മാറ്റിത്തരും, ഗ്യാരണ്ടിയാണ്. സോ അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്, ഇവിടെ വന്ന എല്ലാവർക്കും അമ്മ ഭഗവാൻ തലച്ചോറിൽ റീപ്രോഗ്രാമിംഗ് ചെയ്യും. അത് മൂന്നാമത്തെ അവർ കിട്ടുന്ന ഒരു വരമാണ്. ഒരു വ്യക്തി ഒരു കല്യാണ മഹോത്സവം എല്ലാ വർഷവും നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4-5 വർഷത്തിന് മുമ്പ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ആ സമയത്ത് സേവയ്ക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ എല്ലാം കാണുമ്പോൾ എല്ലാവരും വന്നതും ആൾക്കാർ ഓരോരോ സമ്പ്രദായത്തിന് വേണ്ടി സ്റ്റേജിൽ കയറുന്നതും പിന്നെ അതിനുശേഷം അവർക്ക് പരിവട്ടം കെട്ടുന്നതും എല്ലാം കണ്ടിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഒന്നുമില്ല, ഒരു ജോലിയില്ല, ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എനിക്കും ഇതുപോലെ ആകുമെന്ന് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് വരണം താല്പര്യമുണ്ട്. പക്ഷേ ഇതുപോലെ ആകണം എന്ന ആഗ്രഹം ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് വന്നതാണ്. ഉടനെ പ്രാർത്ഥിച്ചു അദ്ദേഹം. സ്ട്രോങ് ആയിട്ട് സങ്കല്പം എടുത്ത്, ഇനി അടുത്ത കൊല്ലം ഞാൻ വരുമ്പോൾ സ്വർണം പവിത്രമമലം സ്വർണം പാപപ്രണാശനം സ്വർണം വിശങ്കരം സദ്യോ ചിന്തിത കാമസിദ്ധ്യം ദേഹി
पूजां करिष्ये ॐ आसमेते पुनरस्मासु चक्षुः पुनः प्राणविहीना देहि भोगम् योगपश्येन सूर्यमुच्चरन्तमनुमते बुधयानस्वस्ति अमृतं वै प्राणामृतमहाः प्राणादेव यथा स्थानमुपक्रियते सार्वं सायुधं सवाहनं पत्नीपुत्रपरिवारसमेतम् अस्मिन् हरिद्राविन्धे आवाहितं महागणाधिपतये नमः स्थिरो भव वरदो भव सुलभो भव सुप्रसन्नो भव स्थिरासनं कुरु ॐ गणानां त्वा गणपतिगुं भवामहे कविं कवीनामुपमश्रवस्तवम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनश्वन्वन्नोदिभिस्तेजसादनम् ॐ श्रीमहागणाधिपतये नमः ध्यायामि ध्यानं समर्पयामि सुवर्णखचितहेमसिंहासनं समर्पयामि ॐ श्रीमहागणाधिपतये नमः पादयोः वाक्यं समर्पयामि हस्तयोः वाक्यं समर्पयामि शुद्धाचमनीयं समर्पयामि ॐ आपोहिष्ठामयो वः स्थानमूर्धे ददातदा महेरणाय चक्षसे यो शिवतमोरसः सस्यमादयते हनः उषतीरिव मातरः तस्मादरङ्गमामहो यश्चक्षयाय जिन्वथा आपो जनयदाचनः ॐ श्रीमहागणाधिपतये नमः शुद्धोदकस्नानं समर्पयामि वस्त्रयुग्मं समर्पयामि ॐ श्रीमहागणाधिपतये नमः यज्ञोपवीतं समर्पयामि ॐ श्रीमहागणाधिपतये नमः श्रीगन्धं समर्पयामि गन्धस्योपरि हरिद्रा कुङ्कुमं च समर्पयामि ॐ श्रीमहागणाधिपतये नमः अलङ्करणार्थाक्षतां समर्पयामि ॐ श्रीमहागणाधिपतये नमः पुष्पैः पूजयामि ॐ समखाय नमः ॐ एकदन्ताय नमः ॐ कपिलाय नमः गजकर्णकाय नमः ॐ लम्बोदराय नमः विकटाय नमः ॐ विघ्नराजाय नमः गणाधिपाय नमः ॐ धूमकेतवे नमः गणाध्यक्षाय नमः ॐ भालचन्द्राय नमः गजाननाय नमः ॐ वक्रतुण्डाय नमः ॐ शूर्पकर्णाय नमः ॐ हेरम्भाय नमः ॐ स्कन्दपूर्वजाय नमः ॐ श्रीमहागणाधिपतये नमः षोडशनामपूजां समर्पयामि धूपमाग्रापयामि ॐ दयाञ्जं दुःखलोपेतं सुगन्धं च समनोहरं कविराग्रहसंयुक्तं धूपो युक्तजगत्यताम् आद्ययुक्तदीपं दर्शयामि ॐ सार्जन्त्रिवर्तिसंयुक्तं बन्धिनायोजितं मया ग्रहाणमङ्गलं दीपं त्रैलोक्यतिरावः भक्त्यादीपं प्रयच्छामि देवाय परमात्मने त्राहि मां नरकाद्भुवनादित्यशोधेन नमोस्तुते ॐ भूर्भुवः ॐ तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् तदेव सवितुर्प्रसवसत्यं तत्तेना परिषिञ्चामि अमृतमस्तु अमृतमस्तनमसि ॐ प्राणाय स्वाहा अपानाय स्वाहा ज्ञानाय स्वाहा उदानाय स्वाहा समानाय स्वाहा ब्रह्मण्ये स्वाहा मध्ये मध्ये पानीयं समर्पयामि हस्तौ प्रक्षालयामि पादौ प्रक्षालयामि शुद्धाचमनीयं समर्पयामि ॐ श्रीमहागणाधिपतये नमः अमृतोपहारमहानैवेद्यं निवेदयामि ॐ श्रीमहागणाधिपतये नमः दक्षिणसहित ताम्बूलं समर्पयामि ॐ श्रीमहागणाधिपतये नमः कर्पूरनीराञ्जनं संदर्शयामि ॐ वक्रतुण्डमहाकाय
कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा ॐ तत्पुरुषाय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् ॐ एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् ॐ श्री महागणाधिपतये नमः सुवर्णगिरिं प्रविष्टं समर्पयामि ॐ श्री महागणाधिपतये नमः आत्मप्रदक्षिण नमस्कारान् समर्पयामि अनयाग्रान आवाहनादि षोडशोपचार पूजया सर्वं सर्वात्मकः श्री महागणाधिपति सुप्रीतो वरदो भूत्वा उत्तरे शुभकर्मण्य विद्यमस्थिति भवन्तो ब्रुवन्तो उत्तरे शुभकर्मण्य विद्यमस्तु श्री महागणाधिपति भगवान् शिरसा गृह्णामि കുടുംബം എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തെ ലോകത്തിൽ വിലമതിക്കാൻ പറ്റാത്തതായുള്ള ഒന്നാണ് നമ്മളുടെ ബന്ധങ്ങൾ അല്ലേ? വളരെ ശരി തന്നെ. എങ്കിൽ നമുക്ക് ആദ്യം ചായ കുടിച്ച ശേഷം മറ്റു ചടങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ചായ എടുക്കട്ടെ? ആവാലോ, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും മധുരം വേണ്ടോ. അതെന്താ, ഈ കുടുംബത്തിലുള്ളവരെല്ലാം പ്രമേയം ഉള്ളവരാണോ? അല്ല, സത്യത്തിൽ ബ്രോക്കർ നിങ്ങളുടെ മകളുടെ ഫോട്ടോ കാണിച്ചു തന്ന ശേഷം അപ്പോൾ മുതൽ ഞങ്ങളുടെ സർവവും മധുരമായി മാറി. അതെ, വരന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞു. രണ്ട് കൂട്ടുകാർക്കും സന്തോഷമെങ്കിൽ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കല്യാണ ചെറുക്കനെ പറ്റി പറയൂ. ഞങ്ങളുടെ കല്യാണ ചെക്കനെ പറ്റി പറഞ്ഞാല് തീരില്ല. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. ഞങ്ങളുടെ പയ്യന്റെ ചെക്കന്റെ നിറം കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? സ്വർണ്ണ നിറമാണ് ഞങ്ങളുടെ ചെക്കന്. ഞങ്ങളുടെ ചെക്കൻ നടന്നാല് സ്വർണ്ണ തേരാണ്. ഞങ്ങളുടെ പയ്യന് വന്ന് നിന്നാലുണ്ടല്ലോ വണ്ണസ് ടെമ്പിളാണ് അവിടെ. ടെമ്പിൾ അത്രയ്ക്കും ഗംഭീരാണ്. ഒരു ചെറിയ കഷണ്ടി ഉണ്ട് എന്നേ ഉള്ളൂ ഞങ്ങളുടെ പയ്യൻ. പക്ഷേ മകൻ വളരെ സുന്ദരനാണ്. ആ ചിരി മതി, പിന്നെ ലോകം അതിൽ മയങ്ങി പോകും. ഞങ്ങളെ തെറ്റായി എടുക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകൻ എല്ലാവർക്കും ടീച്ചിങ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ എല്ലാ ജനങ്ങളെയും ഐ ലവ് യു ഓൾ എന്നും പറയുന്നു. അതെന്താണ്? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് എല്ലാ ജനങ്ങൾക്കും ആനന്ദമായും സമാധാനമായും ജീവിക്കാനുള്ള ജ്ഞാനമാണ് ടീച്ചിങ്ങായി നൽകുന്നത്. ഞങ്ങളുടെ മകൻ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്നു. അതാണ് ഐ ലവ് യു ഓൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ അവർ ഒരു ടീച്ചറാണല്ലേ. ഞങ്ങളുടെ മകൻ ഇനത്തിലും പരത്തിലും എല്ലാവരെയും നല്ല ജീവിതം കഴിക്കാൻ എന്നൊരുങ്ങുകയാണ്. അതിഗംഭീരം. നിങ്ങളുടെ മകൻ എപ്പോഴും 74,000 81,000 എന്നിങ്ങനെ പറയണുണ്ടല്ലോ. എന്തെങ്കിലും സ്ത്രീധനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനും തയ്യാറാണ്. നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
എൻ്റെ മകൻ പറയുന്നത് 81,000 ആളുകൾക്ക് മുക്തി ലഭിച്ചാൽ ഭൂലോകം സ്വർഗലോകമായി മാറണമെന്നാണ്. നിങ്ങളുടെ മകളെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു, ഒന്ന് പറയാമോ? അതെ അതെ, ഞങ്ങളുടെ മകൾ അതിസുന്ദരി, ജഗത്തിന് ആദിപരാശക്തി മഹാലക്ഷ്മിയാണ്. എല്ലാ സ്ത്രീകളിലും ധൈര്യവും ശക്തിയും ബുദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഇറങ്ങി നിൽക്കുന്നു. ഞങ്ങളുടെ മകൾ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചാൽ അവിടെ പെരുമഴയാണ്. വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ മകൻ ഭക്ഷണപ്രിയനാണ്. നിങ്ങളുടെ മകൾക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? വളരെ നന്നായി ചെയ്യാൻ അറിയാം. ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മകൻ എല്ലാ വെള്ളിയാഴ്ചയിലും പൂജയിൽ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട് അവരെത്തുമെന്നുള്ളത്. പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ, പലഹാരങ്ങൾ ഇതൊക്കെ സ്വീകരിച്ച് അവരെ എല്ലാവരെയും സന്തോഷത്തിൽ ആറാടുകയാണ് ചെയ്യാറുള്ളത്. അതെല്ലാം ഞങ്ങളുടെ മകന്റെ ഒരു ചെറിയ കുടുംബമാണ്. അവർ നൽകുന്നതിൽ ഏറ്റവും ഇഷ്ടം വടയും ബജിയും പായസവുമാണ്. എങ്കിലും ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ മകൾ പാചക വിദഗ്ധയാണ്. കൂടാതെ ഞങ്ങളുടെ മകൾ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ പയ്യൻ ബഹുമുഖ പ്രതിഭയാണ്. ലളിതമായ ടീച്ചിങ്ങുകളുടെ ജ്ഞാനം പകരുന്നതിനാൽ അധ്യാപകനാണെന്ന് പറയാം. വിവിധ പ്രക്രിയകളിലൂടെ തലച്ചോറിനും കോശങ്ങൾക്കും മാറ്റം വരുന്നതിനാൽ ഡോക്ടറാണെന്നും പറയാം. ഞങ്ങളുടെ മകൻ എല്ലാവരുടെയും പ്രോഗ്രാമിലുള്ള പ്രശ്നങ്ങൾ മാറ്റി ന്യൂറോ ബയോളജിക്കൽ ഷിഫ്റ്റ് നടത്തി ജനങ്ങളെ മുക്തിസ്ഥിതിയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ മകൻ സകല ലോക നായകനാണല്ലോ. വളരെ സന്തോഷം, അറിഞ്ഞിട്ട് വളരെ സന്തോഷം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കൂടാതെ ഇദ്ദേഹത്തിന് പലതരം അത്ഭുത സിദ്ധികൾ എന്തെന്ന് പറയണു, ശരിയാണോ? അതെ, വളരെ ശരിയാണ്. ഞങ്ങളുടെ പയ്യന്റെ ഒരു നോട്ടത്തിൽ തന്നെ മൂകൻ വാചാലനാകുന്നു, അന്ധന് കാഴ്ച ലഭിക്കുന്നു, മുടന്തൻ നടക്കാൻ തുടങ്ങുന്നു. ലക്ഷ്മി നരസിംഹനെ പോലെ ആ കൈകൾ തന്റെ മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും ടീച്ചിങ് കൊടുത്തും വിവിധ കോഴ്സുകളിൽ പ്രക്രിയകളിൽ എല്ലാം കൂടിയും ഞങ്ങളുടെ മകൻ ജനങ്ങളെ വഴി നടത്തുന്നു. എല്ലാവരും ഈ പൂജകളിൽ, ഹോമങ്ങളിൽ, കോൺഫറൻസുകളിൽ പങ്കെടുത്ത് ആബാലവൃദ്ധ ജനങ്ങളും ഐശ്വര്യം, ആരോഗ്യം, ജീവിത വിജയം, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം എന്നിവയെല്ലാം നേടുന്നു. വളരെ സന്തോഷം. ഞങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മിക്ക് ചേർന്ന സർവേശ്വരൻ തന്നെ പയ്യൻ. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് പരിപൂർണ സമ്മതം. ഈ വിവാഹം ലോക സമാധാനത്തെ, ഐക്യത്തെ പ്രതിദാനം ചെയ്യുന്നു. ഈ തിരുകല്യാണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വൈകാരികമായും മാനസികമായും ആരോഗ്യപരമായും മാറ്റം സംഭവിക്കും. ഈ ദൈവിക സംഗമത്തിലൂടെ സ്വർണ്ണയുഗം സാധ്യമാവും. 81,000 അല്ല, ആയിരക്കണക്കിന് കോടി ജനങ്ങൾ മുക്തി നേടും. എല്ലാവർക്കും തിരുകല്യാണ മഹോത്സവത്തിന്റെ ആശംസകൾ.